കാരണം അടുത്ത വിളിക്കാൻ പോകുന്നത് ജയറാമേട്ടൻ പറഞ്ഞതുപോലെ മസ്കറ്റിലെ സ്റ്റേജുകളിൽ ജയറാമേട്ടൻ അന്ന് കലാഭവനിൽ നിന്ന് വന്നു. അതിനുശേഷം ഒരുപാട് സ്റ്റേജുകളിൽ ഇവിടെ നിറഞ്ഞു നിന്ന മറ്റൊരു വ്യക്തിയാണ്. ആ സ്റ്റേജുകളിലൂടെ അദ്ദേഹം പിന്നീട് സിനിമയിലെത്തി എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ബഹുമതി സ്വന്തമാക്കി. You know who I am talking about? Let's welcome Suraj Venaramud. Muscat, you're on Suraj Venaramud. അണ്ണാ കുറച്ചുകൂടെ വോളിയം വെക്ക്. കാര്യം ഇവരെല്ലാം തകർത്തിട്ട് നിൽക്കുകയാണ്. കുറച്ച് മോണിറ്ററും കൂടെ. ഇതെന്താ എനിക്ക് മാത്രം ആരും കേൾക്കാത്ത? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ. ഫ്രണ്ടിലിരിക്കുന്ന ദാസേട്ട നമസ്കാരം. ഒരുപാട് എനിക്ക് മിമിക്രിയിലൊക്കെ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന വ്യക്തികളായിരുന്നു. ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്തായാലും ഇപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ഒന്ന് രണ്ട് ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്താൽ മതിയോ? ഓക്കെ. അപ്പോൾ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ, ഈ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്നതെന്ന് പറയുന്നത് ഈ സിഗരറ്റ് വലിക്കരുത്, ഹുക്ക് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന പരസ്യമാണ്. ആ പരസ്യം അദ്ദേഹത്തിൻ്റെ വോയിസ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. മുമ്പ് ആകാശവാണിയിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഗോപൻ ചേട്ടനാണ് പിന്നെ പേടിപ്പെടുത്തുന്ന പരസ്യമായിട്ട് വന്ന ഗോപൻ ചേട്ടൻ്റെ അന്നത്തെ ശബ്ദം. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ഇതായിരുന്നു പഴയ ശബ്ദം. ഇപ്പോൾ അദ്ദേഹം പ്രായമായി ഒരുപാട് ശബ്ദത്തിന് വ്യത്യാസം സംഭവിച്ചു. ഇപ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്ന ഈ ശബ്ദം വച്ചിട്ടാണ്. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താരുമൊന്നും പ്രതികരിക്കാത്തത്? എന്തിനാ സഹിക്കുന്നത് പുക? സിഗരറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഡൺഹില്ലിന് 2 രൂപയാണ്. താങ്ക് യു. ഇദ്ദേഹത്തിന് ഇനി വേറൊരു ശബ്ദം, ആരുടെ ശബ്ദം എല്ലാം കയ്യിൽ നിന്ന് പോയി കേട്ടോ. അത് ശരി. നമുക്ക് നമ്മുടെ ലാലേട്ടന് മുമ്പ് ഇനി ന്യൂ ജനറേഷനിൽ ഒരു ശബ്ദം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജോയ് മാത്യു എന്ന് പറയുമ്പോൾ അറിയാമല്ല, പാറപ്പുറത്ത് ചുരട്ടേറ്റ് പിടിക്കുന്ന ശബ്ദമാണ്. അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വേണം നന്നായിട്ട് കയ്യടിക്കാൻ. ശ്രമത്തിനാണ് ആ കയ്യടി. ആമീൻ എന്ന ചിത്രത്തിലെ ഡയലോഗാണ് കേട്ടോ. കുമരങ്കഴപ്പള്ളി ഫാദർ ഒറ്റപ്പിളാക്കൻ. പള്ളി പൊളിക്കണോ, ബാൻഡ് പിരിച്ചു വിടണോ, സോളമൻ ശോഷനെ കെട്ടിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. ഫാദർ വിൻസൻ വട്ടോളി കുരിശിക്കിടന്ന് മരിച്ചത് കർത്താവ് യേശു ക്രിസ്തു അല്ലേ, അല്ലാതെ ഫാദർ വിൻസൻ വട്ടോളി അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി കാൽവരിയിലേക്ക് പോകണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ഫാദർ വിൻസൻ വട്ടോളി? ഇനി അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവൂ. നമ്മുടെ SNDP-നെ സമുന്നതനായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ സാറ് പലതവണ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനായിട്ട് ഞാൻ കാതോർത്തിരുന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കറക്റ്റ് ആണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി. അതായത് SNDP ശാഖയോ ശ്രീധർമ്മ പരിപാലന ഇപ്പോൾ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന്. അപ്പോൾ അതിൽ ഏതാണ് ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ തിയേറ്ററുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കും അത് ഏത് ജാതിയോ അത് ഇനി നമ്മുടെ ജയറാമന്റെ റിക്വസ്റ്റ് കൊടുക്കണം. ഏതായിട്ടാ ഇഷ്ടമുള്ള? ഓക്കെ ജയറാമേട്ട, എനിക്ക് ലൈസൻസ് ഒന്ന്. സത്യം നിങ്ങളുമായിട്ടൊക്കെ സ്റ്റേജ് നിൽക്കുമ്പോൾ എൻ്റെ കൈ വിട്ട് പോകും കേട്ടോ. താങ്ക് യു. എന്തായാലും ഇപ്പോൾ എനിക്കൊരു ആത്മധൈര്യം കിട്ടി. ഇനി നിങ്ങൾ നന്നായിട്ടൊന്ന് കൈയടിച്ച ഇനി ഒരുപാട് ചെയ്യുന്നു.
ഓക്കെ. മമ്മൂക്കയും ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ ഫിഡൽ കാസ്ട്രോ, നമ്മുടെ പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. വേറൊന്നുമല്ല, അദ്ദേഹത്തിന് പഠിക്കാൻ വളരെ ഈസിയാണ്. ദാ നല്ല പട്ടാശാരയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ കറക്റ്റ് പുള്ളിയുടെ ആ ഫിഗർ കിട്ടും. ഇനി ഉള്ളിലേക്ക് സേവിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബോഡിയിൽ വരുന്ന വ്യത്യാസം കറക്റ്റ് VS ആയിട്ട് മാറും. കേരളത്തിൻ്റെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു LDFിന്റെ മുദ്രാവാക്യം? പറയൂ, എന്തായിരുന്നു LDFിന്റെ മുദ്രാവാക്യം? LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്നെ തന്നെ ശരിയാക്കി ഒരു മൂലയ്ക്ക് ഇരുത്തി. മുട കണ്ടാൽ ഇടപെടുമന്ന. ഇനി നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പൂമരം എന്ന സിനിമയിലെ പാട്ട് കേട്ടതിന് ശേഷം നമ്മുടെ സാറ് എടുത്തൊരു തീരുമാനമുണ്ട്. പുള്ളി പറയുന്ന ഇപ്രകാരമാണ്. ഉമ്മൻചാണ്ടി സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. മുട്ടനാടിൻ്റെ ശബ്ദമായിട്ട് വളരെ ബന്ധമുണ്ട് പുള്ളിയുടെ ശബ്ദം. സാധാരണ പെണ്ണാടിൻ്റെ ശബ്ദം പറയും മറ്റേ മുട്ടനാട് പെണ്ണാട് അതുവഴി എങ്ങാനും പോയി കഴിഞ്ഞാൽ മുട്ടനാടിന് വേറൊരു ശബ്ദം അതിൽ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദമായി. ഇനി അദ്ദേഹം പൂമരത്തിലെ പാട്ട്, അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ പാട്ട് അദ്ദേഹം അത്രത്തോളം രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാധീനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ആ പാട്ട്. അദ്ദേഹം പാടുകയല്ല, പറയുകയാണ് ചെയ്യുന്നത്. ഞാനും എൻ്റെ ആളും 40 പേരും ശിഷ്യന്മാരും ചേർന്ന് പൂമരം കൊണ്ട് ഒരു കപ്പലുണ്ടാക്കി. ആ കപ്പലിലാണ് സോളാറുമായിട്ട് ഒരു കുപ്പായക്കാരി വന്നിറങ്ങിയത്. പങ്കായം പൊക്കി ഞാൻ ഒന്ന് നോക്കി, അവൾ എന്നെയും നോക്കി, എൻ്റെ ശിഷ്യന്മാരിൽ പലരും പലവട്ടം ചെന്ന് നോക്കി. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇതായി. ഇനി നമ്മുടെ ആരാ? മമ്മൂക്ക. ഓക്കെ, മമ്മൂക്ക ഫാൻസ് ഒന്ന് കൈയടിച്ചേ. ബിഗ് ബി എന്ന ചിത്രത്തിലെ 2 ഡയലോഗ് കേട്ടോ. വേഗം പറ. ബാപ്പാക്ക് പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിന് ദുബായിക്ക് പോകാനുള്ളതാ. കൊച്ചു പഴയ കൊച്ചിയല്ലാന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. താങ്ക് യു. ഇനി ലാലേട്ടൻ ഫാൻസ്. ഓക്കെ, 6-ാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ 2 ഡയലോഗാണ്. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ കാളയാർ ഗർജിച്ചു. മിയാറ്റാൻസിൻ്റെ കാളയാർ, ഖരാനകളുടെ കാളയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപദിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവി ഓർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരു തെണ്ടിയുടെ ഓട്ടക്കേശിയിൽ എന്തുണ്ട്? സപ്നോങ്കി സിന്ദഹി ജോ കഭി നഹി കദം ഹോ ജാതി ഹെ.
ഇനി ജയറാമേട്ടന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ശബ്ദം കൂടെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണ, അഭിനയം എല്ലാ മേഖലകളിലും നമുക്ക് പ്രിയപ്പെട്ടവനായ കോഴിക്കോടിൻ്റെ അഭിമാനം രഞ്ജിയേട്ടൻ. അറിയാലോ? ശരി, കറക്റ്റ് ആണെങ്കിൽ കൈയടിക്കുക കേട്ടോ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ഇഷ്ടമാണ്. ശ്രദ്ധിച്ചിരുന്ന അതിൻ്റെ ഓരോ സംഭവങ്ങളും നമുക്ക് കിട്ടും. എന്താ ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം, നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ പഠിക്കുവാനുള്ള മനസ്സ് വേണം. മോഹൻ, നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും. താങ്ക് യു. ലാൽ ജോസ് സാർ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരുവാനും മസ്കറ്റിലെ എല്ലാവരും കാണുവാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ടുഗദർ വീക്കാന് വേണ്ടിയിട്ട് ഞാനും കൂടുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തിട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരൊറ്റ ചോദ്യം ചോദിച്ചില്ല സുരാജേട്ടൻ. സുരാജേട്ടന് ജയറാമേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? കണ്ട് പഠിച്ച് വളർന്നതാണല്ലോ അല്ലെ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും. അതിനെ വെട്ടാൻ എനിക്ക് തോന്നുന്നു കമലഹാസൻ സാറിന് പോലും കമലഹാസൻ സാറിന്റെ സൗണ്ട് ഇത്രയും ഭംഗിയായിട്ട് എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിൽ ബിഗ് സാല്യൂട്ട്. അത് മിമിക്രിയിൽ ചേട്ടന് വെട്ടാൻ ആരുമില്ല. പിന്നെ വേറെയുണ്ട്, എടാ എനിക്കിവിടെ മാത്രമല്ലടാ, അങ്ങ് ഡൽഹിയിലും ഉണ്ടടാ പിടി. മധുസാറിന് ആ 1900 പഴയ കാര്യം പറഞ്ഞ പോലെ ശ്രീശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് യൂണിവേഴ്സിറ്റി ലെവലിൽ മത്സരിച്ച അന്നത്തെ മധു സാറ് അന്ന് കാണിച്ചിരുന്നത് ഗാന്ധിജിയായിട്ട് അഭിനയിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുന്നതാണ്. മധു സാറ് അന്ന് ഗാന്ധിയായിട്ട് വേദിയിലെത്തിയപ്പോൾ, കസ്തൂർബ, ഇന്ന് നമ്മുടെ വിവാഹത്തിൽ രാത്രിയടി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാലര രാത്രി. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് എൻ്റെതാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എൻ്റെതാക്കിയ നിന്നെ എനിക്ക് സ്നേഹിക്കാനും കഴിയില്ലടി. എല്ലാം വിധി. അത്ര എനിക്ക് പറയാനുള്ള പട്ടികളെ. ക്ലാസിക് കാലഘട്ടമാണ്. ഇല്ല, ചേട്ടൻ ഒരെണ്ണം എടുത്താൽ അടുത്ത് ഞാൻ ഒരാളെ കൂടെ ഇമിറ്റേറ്റ് ചെയ്യാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ലാലു അലക്സ്. ചേട്ടൻ ലാലു അലക്സ് പ്ലീസ്. അതിനുശേഷം ഞാൻ ഒരെണ്ണം പറയാം. പേഴ്സണലായിട്ട് പറയാ, വിത്തിൻ 24 hours and 20 minutes അതിനുള്ളിൽ അവളെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ നടക്കിയാല മോളെ. ഇനി ഓക്കെ, ഇനി ഞാൻ ഒരു ശബ്ദം. നമ്മുടെ തിലകേട്ടൻ, അത് തിലകേട്ടൻ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് അഭിനയിച്ച ചിത്രമായിരിക്കും നമ്മുടെ ഇന്ത്യൻ ഉർപ്പിയ എന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്, എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതിൽ വളരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. വിശന്നു വലഞ്ഞു കയറി വന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ വയറ് നിറച്ച ആഹാരം തരാൻ കാണിച്ച ആ പെണ്ണിൻ്റെ മനസ്സുണ്ടല്ലോ, അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. താങ്ക് യു. ഈ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ ഇതിനു മുമ്പ് അമ്മ എന്ന് പറയുന്ന പരിപാടിയിൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ഇദ്ദേഹവും ദിലീപേട്ടനും എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ആ മിമിക്രി അവതരിപ്പിച്ചത്. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ആലോചിച്ച് നോക്കണം, മലയാളം ആക്ടേഴ്സിന്റെ അസോസിയേഷൻ പരിപാടിക്ക് അല്ലാണ്ട് അവർ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ വന്നിട്ടില്ല. അത് വരുന്നത് മസ്കറ്റിലാണ്, നിങ്ങളുടെ മുമ്പിലാണ്. സുരാജേട്ടൻ്റെ അടുത്ത് 1-2 കാര്യങ്ങളും കൂടി ചോദിക്കാനുണ്ട്. സുരാജേട്ടൻ്റെ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, സുരാജേട്ടൻ തുടങ്ങി പിന്നീട് ലൈഫിലെ ടേണിംഗ് പോയിന്റുകൾ, എൻ്റെ മനസ്സിലുള്ള ടേണിംഗ് പോയിന്റുകൾ.
സുരാട്ടൻ മിമിക്രിയിൽ ഒരുപാട് വേദികളിൽ നിറഞ്ഞു നിന്ന് പിന്നീട് രാജമാണിക്യം ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം, ജസ്റ്റ് അതിന്റെ പുറകിൽ വർക്ക് ചെയ്തത്. പക്ഷെ മായാവി അതല്ലേ മലയാള സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത പടം മായാവി അല്ലേ? തീർച്ചയായിട്ടും. മായാവി കഴിഞ്ഞ് പിന്നീട് സുരാട്ടൻ പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു, കുറേ കഥാപാത്രങ്ങൾ ചെയ്തു, കുറേയൊക്കെ നന്നായിട്ട് ജനങ്ങളെ ചിരിപ്പിച്ചു, കുറേയൊക്കെ ബോറടിപ്പിച്ചു. ഉള്ളത് പറയണമല്ലോ. അത് കഴിഞ്ഞ് പേരറിയാത്തവർ എന്ന് പറയുന്ന സിനിമയിൽ നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ. ശരിക്കും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, ദൈവാനുഗ്രഹം കൊണ്ട് ദേശീയ പുരസ്കാരം കിട്ടിയ ഒരു നടനാണ് ഞാൻ. പക്ഷേ ആ അവാർഡ് കിട്ടിയതിന് ശേഷം പലരും നെറ്റിച്ചുളുക്കി, ഇവനെന്തിനാ ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തത്? കാരണം അതിൽ തെറ്റൊന്നുമില്ല. ഇതിന് ഞാനും ഇടയ്ക്ക് ഇങ്ങനെ വിചാരിച്ചു, അത് ശരിയാണല്ലോ, അത് ആൾക്കാർ പറയുന്നത് ശരിയാണല്ലോ. കാരണം അത്രത്തോളം കോമഡിയൊക്കെ അവതരിപ്പിച്ചു, ചിലത് വെറുപ്പിച്ചു. അപ്പോൾ അതിനുശേഷം അത് കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമ മറ്റുള്ളവർ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. ഈ ഒരു അതിൽ ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ ആരും കണ്ടില്ല, അതുകൊണ്ടാണ് നെറ്റിച്ചുരുക്കാൻ കാരണം. പക്ഷെ അതിനുശേഷം ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ 2 സീൻ അഭിനയിച്ചപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും ആ ദേശീയ പുരസ്കാരം എൻ്റെ കൈകളിലേക്ക് കൊണ്ടു തന്നു. അത് ഞാൻ ഷെൽഫിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ അതിന് ശേഷമാണ് നമ്മുടെ ദിലീഷ് പോത്തൻ്റെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന പടത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ സിനിമാ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. അതിൽ നല്ലൊരു വേഷം കിട്ടി. ലാസ്റ്റ് ഒരെണ്ണം കൂടി കേൾക്കണ്ടേ? നമുക്ക് ഒരെണ്ണം കൂടി കേൾക്കണ്ടേ? കേൾക്കണോ? വേണ്ടേ? വേണോന്ന് പറഞ്ഞാലേ പറയിക്കുള്ളൂ. വേണം. ഓക്കെ, അപ്പൊ ബിന്ദു പണിക്കർ ഇതല്ല. ബിന്ദു പണിക്കർ, ഓക്കെ. ഇത് കുഴപ്പമാവോ? എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ പഴയ വേറൊരു ശബ്ദം കൂടെ എടുക്കാം. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മറ്റൊരു അഭിമാനം കൊച്ചുപ്രേമൻ ചേട്ടൻ. ബാക്കിലിരിക്കുന്നവരൊക്കെ ഉറങ്ങിയോ? എവിടെ? ഒന്ന് ലൈറ്റ് അടിച്ചേക്കണ്ടേ? ഓക്കെ, നമ്മളെ ടീമെല്ലാം അവിടെയാണ്. റെഡി? കൊച്ചുപ്രേമൻ ചേട്ടൻ. പക്ഷേ ആ പട്ടി വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ. പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് Thank you, Surata. Thanks a lot. You've been a great sport. Thanks a lot.